പ്രൈസ് ലോർഡ്. എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നമ്മുടെ കൊച്ചു ചാനലിലോട്ട് എല്ലാവരും സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു, വചനം മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ വചനം വായിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു മെസ്സേജ് കണ്ടത്. ഒരു പ്രാർത്ഥനാ വിഷയങ്ങൾ 2-3 പേര് അയച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രത്യേക ചില വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ ആ മെസ്സേജ് കണ്ട ഉടനെ തന്നെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ മെസ്സേജ് ഇടുന്നവർ ഏത് ഐ ഡിയിലാണ് വരുന്നത്, നമുക്ക് ഐ ഡി ചിലപ്പോൾ വേറെ ആയിരിക്കും, നമ്മുടെ പേര് വേറെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പേര് മെൻഷൻ ചെയ്യുക. ആ പേരെടുത്ത് ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ വിടുവിക്കും. ഇന്ന് ഞാൻ ആ വായിച്ച പ്രാർത്ഥനാ വിഷയം വളരെ എന്നെ ടച്ച് ചെയ്തു. ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ വിഷയത്തിന് മേൽ കർത്താവ് ജയമെടുത്തിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കും. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നാളെ തന്നെ ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ ദൈവീക ഒരു കൃപ, ഒരു സമാധാനം വ്യാപരിക്കും. നിങ്ങളുടെ മനസ്സിനകത്ത് വ്യാപരിക്കുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും നീങ്ങി നിങ്ങൾ സ്വസ്ഥമായി ഇന്ന് രാത്രി കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ സകല പ്രശ്നങ്ങളും മാറും. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവ് നിങ്ങളെ വിടുവിക്കും. നാളെ എനിക്ക് നല്ല ഒരു എന്താ പറയുക, ഗുഡ് ന്യൂസ്, കർത്താവിനോട് സാക്ഷ്യം പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ തൊട്ടിരിക്കുന്നു. എന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് മെസ്സേജ് അയച്ച സിസ്റ്ററിനെ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവ് നിങ്ങളുടെ ഉച്ചി മുതൽ പാദം വരെയും കർത്താവ് നിങ്ങളെ തൊട്ടിട്ടുണ്ട്. അവൻ്റെ രക്തം സകല പാപങ്ങളെയും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു എന്ന് കർത്താവിൻ്റെ വചനമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുകൊണ്ടോ അല്ല, കർത്താവ് നിങ്ങളെ തൊട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവ് നിങ്ങളെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ സമാധാനമായി കിടന്നുറങ്ങും. നിങ്ങൾ ഇത്രയും ദിവസം ചിലപ്പോൾ ഉറങ്ങാൻ പോലും കഴിയാത്ത അത്രയും ബുദ്ധിമുട്ടിലായിട്ടുണ്ടാവും. രാത്രി കാലങ്ങളിൽ ഉറക്കം വരാതെ നിങ്ങൾ വളരെയധികം മാനസികമായി ഭാരപ്പെട്ടിട്ടുണ്ടാവും. ഇന്ന് രാത്രി നിങ്ങൾ സ്വസ്ഥമായി സമാധാനത്തോടെ, ഈ ലോകം തരാത്ത സമാധാനം കർത്താവ് നിങ്ങൾക്ക് തരുമെന്നാണ് പറഞ്ഞേക്കണേ. ആ സമാധാനം കർത്താവ് നിങ്ങളുടെ മേൽ അയച്ചിട്ടുണ്ട്. നിങ്ങൾ ആ സമാധാനത്തോടെ കിടന്നുറങ്ങി രാവിലെ എന്താ പറയുക, ഒരു ഫ്രഷായിട്ട് എല്ലാ രോഗവും മാറി, എല്ലാ ബുദ്ധിമുട്ടുകളും മാറി, വളരെ മൈൻഡ് പീസ്ഫുള്ളായിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കും. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന വിഷയങ്ങൾ അയക്കുന്നവർ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്ത് അയക്കണം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി ഞാനൊരു വചനം വായിക്കാം. ലൂക്കോസ് 5 എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. വായിക്കാത്തവർക്ക് വേണ്ടി അതിൻ്റെ ഞാൻ ചില ഇത് മാത്രം വായിക്കുന്നു കേട്ടോ. ഗന്നസരേത്ത് തടാകത്തിൻ്റെ കരയിലാണ് കർത്താവും ശിഷ്യന്മാരും പുരുഷാരും ഒക്കെ എന്ത് ചെയ്തു നിന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ അപ്പോൾ കരയിൽ എത്രയാണ് 2 പടക് നിൽക്കുന്നതായിട്ട് നമുക്ക് 2-ാമത്തെ വചനത്തിൽ വായിക്കാം. അപ്പോൾ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്ന് ഇറങ്ങി എല്ലാവരും എന്ത് ചെയ്യുക, വല കഴുകിക്കൊണ്ടിരിക്കുക. കർത്താവ് കാണുന്നത് അവിടെ 2 പടക് നിൽക്കുന്നതും ആ പടകിലുള്ള എല്ലാ മീൻപിടുത്തക്കാരും ഇറങ്ങി വല കഴുകുന്നതാണ് കണ്ടത്. കർത്താവ് പെട്ടെന്ന് ശീമോൻ ഉള്ളതായ പടകിൽ എന്ത് ചെയ്യുന്നു, കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് കൽപ്പിക്കുന്നു. നിങ്ങൾ ഇത് വായിച്ചു വരണം കേട്ടോ. കർത്താവിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി നിങ്ങൾ അതിൻ്റെ അകത്ത് എനിക്ക് എന്നെ ടച്ച് ചെയ്താണ്. ഇത്രയും ദിവസം ആരും പ്രസംഗിച്ചിട്ട് പോലും എനിക്ക് കിട്ടാത്ത ഒരു ഇതാണ് എനിക്ക് കിട്ടിയത്. 2 പടക് നിൽക്കുന്നത് മാത്രമേ അവൻ കണ്ടുള്ളൂ. പക്ഷേ ആ പടകിലൊന്ന് ശീമോൻ പത്രോസ് ഉള്ളതായ പടകിൽ അവൻ എന്ത് ചെയ്യുന്നു, കയറിയിട്ട് വേറൊന്നും പറയണില്ല, ഒന്നും ചോദിക്കുന്നില്ല. കർത്താവ് എന്ത് പറയുക, നിങ്ങൾ കരയിൽ നിന്നും അല്പം കടലിൻ്റെ അതെന്താ പറയുക ഉള്ളിലോട്ട് നീങ്ങി, ആഴത്തിലോട്ട് നീക്കി നിങ്ങളുടെ വല ഇറക്കാനാണ് പറയുന്നത്. കർത്താവിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി. കർത്താവ് ഏത് പടകിൽ കയറണമെന്നോ അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ വിഷയമെന്നോ അവിടെ ആരോട് സംസാരിച്ചിട്ടില്ല. കർത്താവ് നേരെ കയറുന്നത് ശിമോൻ പത്രോസ് പടകിലാണ്. കയറിയിട്ട് പറയുന്ന ആഴത്തിലോട്ട് വലയിറക്കാൻ. പല സമയങ്ങളിലും നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്നോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യമെന്നോ നമുക്കൊന്നും ചോദിക്കാൻ ചിലപ്പോൾ ആരും ഉണ്ടായെന്ന് വരത്തില്ല. നമ്മുടെ കഷ്ടപ്പാടുകളോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളോ എന്നതാണോ, അല്ലെങ്കിൽ നിനക്കിത് വേണോ, അല്ലെങ്കിൽ ഞാൻ നിനക്കിത് ചെയ്യണോ, ഒന്നും ആരും ചോദിച്ചെന്ന് വരത്തില്ല. പല സമയങ്ങളിലും രാത്രി കാലങ്ങളിൽ നമ്മുടെ കണ്ണുനീര് കൊണ്ട് ചിലപ്പോൾ നമ്മുടെ തലയണ മൊത്തം നനഞ്ഞെന്നിരിക്കും. നമ്മൾ കരയുമ്പോൾ നമ്മൾ ഓർക്കും, കർത്താവ് എൻ്റെ കണ്ണുനീര് കാണാൻ ആരുമില്ലല്ലോ എന്ന് ഓർക്കും. അനേക സമയങ്ങളിൽ ചോറെടുത്ത് വെച്ചിട്ട് അത് കഴിക്കാൻ പറ്റാതെ മാനസിക ബുദ്ധിമുട്ട് കൊണ്ട് അല്ലെങ്കിൽ പ്രശ്നത്തിൻ്റെ പ്രതികൂലത നിമിത്തം നമുക്ക് ഒരുപാട് ചോറ് പോലും തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം. പലരുടെ മുമ്പിലും നമ്മൾ വ്യാജമായി ചിരിച്ച് നമ്മുടെ ഉള്ളിൽ
ദുഃഖം അങ്ങനെ അണകെട്ടി പൊട്ടി നിൽക്കുന്ന പോലത്തെ അവസ്ഥയുണ്ടാവാം. പക്ഷേ ഒന്നുമില്ലാതെ നമ്മുടെ കരങ്ങളിൽ എംപ്റ്റി ഹാൻഡായിട്ട് നമ്മളിനി അടുത്തത് എന്ത് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ മുന്നോട്ട് പോകുമെന്നറിയാതെ ഭാരപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? എങ്ങനെ കർത്താവെ ഞാൻ ഇതിൽ നിന്ന് കരകയറുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ രോഗനിമിത്തം നിങ്ങൾ ആരോടിത് ഞാൻ പറയും, എൻ്റെ രോഗം ഞാൻ എങ്ങനെ മറ്റുള്ളവരോട് എക്സ്പ്ലനേഷൻ ചെയ്തു കൊടുക്കും, അല്ലെങ്കിൽ ആര് ഈ രോഗാവസ്ഥ മനസ്സിലാക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ കടഭാരം എങ്ങനെ ഇത് കുറയും കർത്താവ്, ഞാൻ എങ്ങനെ ഇത് കൊടുത്ത് തീർക്കും, അല്ലെങ്കിൽ ആരോട് ചെന്ന് ഞാനിത് പറയും, ആരോട് ചെന്ന് സഹായം ചോദിക്കുമെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ? പക്ഷേ ഞാൻ പറയട്ടെ, കർത്താവിനറിയാം നിങ്ങൾക്ക് എന്താ ആവശ്യമെന്നുള്ളത്. നിങ്ങളങ്ങ് പറയുന്നതിന് മുമ്പേ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നത്, നീ മുഴങ്കാൽ മുടക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിയുന്നത്. മനുഷ്യൻ അറിയുന്നത് പോലെയല്ല നമ്മുടെ ഉള്ളം, അതായത് നമ്മുടെ അന്തർഭാഗങ്ങളെ കർത്താവ്, മനസ്സിൻ്റെ ആഴം അറിയുന്നവനാണ് കർത്താവ്. ഷീമോൻ പത്രോസ് കർത്താവിനോട് പറഞ്ഞില്ല, ഞാൻ രാത്രി മുഴുവനും കഷ്ടപ്പെട്ട് കർത്താവ് എനിക്ക് മീൻ കിട്ടിയില്ല, അതുകൊണ്ട് എനിക്ക് കുറച്ച് മീൻ പിടിച്ച് തരണമെന്ന്. കർത്താവ് 2 പടക് നിൽക്കുന്നത് കണ്ടു. എന്നിട്ട് ഷീമോനുള്ള പടകിലോട്ട് കർത്താവ് കയറി. വേറൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ കരയിൽ നിന്നും പടക് ആഴത്തിലോട്ട് നീക്കി വല ഇറക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഷീമോൻ പറഞ്ഞത്. എന്താ പറയണത് ഷീമോനോട്? കർത്താവ് സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ഷീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവനെന്ന് പറഞ്ഞു. 5-ാമത്തെ വചനം, അതിന് ഷീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും എന്ത് ചെയ്തു? അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിനെ ഞാൻ വല ഇറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. ഷീമോനും കൂട്ടർക്കും മാത്രം അറിയത്തുള്ളൂ അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്കൊന്നും കിട്ടിയില്ല എന്നുള്ളത്. പക്ഷേ കർത്താവ് ഷീമോൻ്റെ അവസ്ഥ അറിഞ്ഞവനാണ്. നമ്മുടെ അവസ്ഥ, നമ്മുടെ ഒന്നുമില്ലായ്മ, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രതികൂലങ്ങൾ, നമ്മുടെ കണ്ണുനീര്, ഇത് മറ്റാരും അറിയണ്ട. കർത്താവ് ഇതെല്ലാം അറിയുന്നുണ്ട്. അവനറിയാം നമുക്ക് എപ്പോൾ എന്ത് വേണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ആ കർത്താവ് പടകിൽ കയറിയപ്പോൾ തന്നെ ഷീമോന് അങ്ങോട്ട് പറയാൻ, ഞാൻ അതാണ് ആലോചിക്കുന്നത്. നമ്മളിപ്പോൾ ഒരാൾ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പറയും, അല്ലെങ്കിൽ അങ്ങോട്ട് ചോദിക്കും. പക്ഷേ ഇതൊന്നും ചെയ്യാതെ കർത്താവ് അതിനുള്ള പരിഹാരമാണ് പറഞ്ഞു കൊടുത്തത്. ആ പ്രശ്നം എന്താണെന്ന് പോലും ചോദിക്കാതെ കർത്താവ് അതിനുള്ള പരിഹാരമാണ് അവിടെ ചെയ്തു കൊടുത്തത്. അവൻ രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല എന്നുള്ള പരാതിയൊന്നും ഷീമോൻ പറഞ്ഞില്ല. പക്ഷെ കർത്താവ് അതറിഞ്ഞ് അവൻ്റെ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ അവൻ്റെ ആവശ്യമെന്തോ അതവിടെ നിവർത്തിച്ചു കൊടുത്തതാണ് ഞാൻ ഈ കാണുന്നത്. 6 പറയുന്നു, അവനങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം എന്ത് ചെയ്തു? അകപ്പെട്ടു, വല കീറാറായി. എന്നിട്ട് അവിടുന്ന് എല്ലാം പടകിലുള്ള കൂട്ടാളികളെല്ലാം വിളിച്ചിട്ടാണ് അവരെന്ത് ചെയ്തു? മാടി വിളിച്ച് അവരെന്ത് ചെയ്തു? പടക് മുങ്ങുമാറാകുവോളം കർത്താവ് നന്മ കൊടുത്തു എന്നാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങൾ, നിങ്ങളുടെ പ്രതികൂലങ്ങൾ, നിങ്ങളുടെ കഷ്ടങ്ങൾ, നിങ്ങളുടെ കണ്ണുനീര് ആരും കാണുന്നില്ലേ? നിങ്ങൾ സമാധാനിക്കുക, നിങ്ങൾ വേദനപ്പെടേണ്ട, നിങ്ങൾ സന്തോഷിക്കുക. കർത്താവ് നിങ്ങളെ കാണുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ളത് തീർച്ചയായിട്ടും ചെയ്യും. പടക് മുങ്ങിപ്പോകുമാർ കർത്താവ് വല കീറുമാർ എങ്ങനെ അത്ഭുതം ചെയ്തു പോകും, അതുപോലെ കർത്താവ് ദിവസങ്ങളിൽ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിൻ്റെ മേലും, നിങ്ങളുടെ എല്ലാ രോഗത്തിൻ്റെ മേലും കർത്താവ് ദിവസങ്ങളിൽ ഒരു പരിഹാരമായി എൻ്റെ കർത്താവ് വരും. നിങ്ങൾ ആരും കാണാതെ കരയുന്ന വിഷയത്തിന് മേൽ എല്ലാവരും കാണുകയും അവൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങൾ ആരും കാണാതെ ഭാരപ്പെടുന്ന വിഷയത്തിന് മേൽ എല്ലാവരും കാണുക അവൻ നിങ്ങളെ മഹത്വപ്പെടുത്തും, നിങ്ങളെ അനുഗ്രഹിക്കും. അതെല്ലാവരും കണ്ട് ഞെട്ടും. ഇതെങ്ങനെ നടന്നു എന്ന് അത്ഭുതപ്പെട്ട് ഞെട്ടും. നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കേണ്ട. ആ ഷിമോന് കർത്താവ് കൊടുത്ത ആ ഒരു അനുഗ്രഹം കർത്താവ് നിങ്ങളുടെ മേലും ചൊരിയും. അതുകൊണ്ട് ഞാൻ ഈ ഒരു വചനം എന്നെ വളരെ ടച്ച് ചെയ്തതാണ്. ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ വായിച്ചു പോയിട്ടുണ്ടെങ്കിലും കർത്താവ് പടക് തിരഞ്ഞെടുത്തതും കർത്താവ് കയറി ഒരു പരിഹാരം കൊടുത്തതും ഒക്കെ വായിച്ചപ്പോൾ കർത്താവ് എത്ര നല്ലവനല്ലേ, എത്ര അത്ഭുതവാനാണല്ലേ. പലതും നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് തരുന്ന കർത്താവ്, നമ്മൾ ഉള്ളത്തിൽ ചിലപ്പോൾ ആഗ്രഹിച്ച കാര്യം കൊണ്ട് നമുക്ക് തരുമ്പോൾ നമുക്ക് എത്ര ഒരു സന്തോഷം ഉണ്ടാവും. അതുപോലെ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ആരൊക്കെയാണോ ഇത് കേൾക്കുന്നത് അവരെല്ലാം കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം, നിങ്ങളും പ്രാർത്ഥിക്കുക. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യുക. ഇന്ന് പ്രാർത്ഥനാ വിഷയം അയച്ച സഹോദരിയുടെ മേൽ എൻ്റെ കർത്താവ് വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുക. നാളെ നിങ്ങളൊരു സാക്ഷിയായി കർത്താവ് മാറ്റും. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ വേറൊരു ചിന്തയായിട്ട് ഞാൻ നിങ്ങളെ കാണുന്നത് വരെ
കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വചനം കേൾക്കുന്നത് കർത്താവിൽ അനുഗ്രഹമാണെന്ന് തോന്നിയാൽ ഇത് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ചെയ്ത അത്ഭുതങ്ങൾ മറ്റുള്ളവർക്കും കർത്താവ് പ്രവർത്തിക്കണമെന്നുള്ള ഒരു ഇതാണല്ലോ നമ്മുടെ ഒരു മെൻറ്റാലിറ്റി. നമ്മൾ അനുഭവിച്ച ഒരു ദൈവിക സമാധാനം മറ്റുള്ളവരിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കാൻ നമ്മൾ എപ്പോഴും താല്പര്യമുള്ളവരായിരിക്കണം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്താലും മറ്റുള്ളവർക്കത് നമ്മുടെ ചാനൽ ഇങ്ങനെ വളരുമ്പോൾ നമ്മുടെ ഫാമിലിയിലോട്ട് ഒത്തിരി മെമ്പേഴ്സ് കടന്നു വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, അനേക കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വളരെ അനുഗ്രഹമായിരിക്കും അത്. അപ്പോൾ ആ ഒരു അനുഗ്രഹം നമ്മൾ പ്രാപിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരെയും കർത്താവായ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗുഡ് നൈറ്റ്.